പ്രിയപ്പെട്ടവരെ, നമസ്തേ. ഉത്തരാഖണ്ഡിലെ ഉത്തരകാശി ജില്ലയിൽ കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ചാർധാം പദ്ധതിയുടെ ഭാഗമായി ഉണ്ടാക്കിയ ഒരു ടണലിൽ 41 തൊഴിലാളികൾ 17 ദിവസം അകപ്പെട്ടുപോയി. 17 ദിവസത്തെ അത്യധ്വാനത്തിന് ശേഷം അവരെയെല്ലാം ജീവനോടെ പുറത്തു കൊണ്ടുവന്നു എന്ന വാർത്ത നമ്മളെല്ലാവരും വലിയ ആശ്വാസത്തോടെയാണ് കേട്ടത്. 17 ദിവസം ഒരു തുരങ്കത്തിൽ മരണത്തെ മുഖാമുഖം കണ്ട ഈ തൊഴിലാളികൾ കാണിച്ച മനോധൈര്യം, പിന്നെ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ട രക്ഷാപ്രവർത്തകരുടെ വിപതി ധൈര്യം എന്നും പ്രകീർത്തിക്കപ്പെടേണ്ടത് തന്നെയാണ്. ഉത്തരാഖണ്ഡിലെ തീർത്ഥാടന കേന്ദ്രങ്ങളായ ബദ്രിനാഥ്, കേദാർനാഥ്, ഗംഗോത്രി, യമുനോത്രി എന്നിവയെ റോഡ് മാർഗം ബന്ധിപ്പിക്കാനുള്ള ഒരു വലിയ പദ്ധതിയാണ് ചാർധാം പദ്ധതി. പദ്ധതിയുടെ ഭാഗമായി മലമടക്കുകളിലെ ദുർഗമ പാതകൾ വീതി കൂട്ടുന്ന ജോലിയാണ് അവിടെ നടക്കുന്നത്. നിർമ്മാണത്തിലിരുന്ന 4.5 കിലോമീറ്റർ ദൈർഘ്യം വരുന്ന തുരങ്കത്തിലാണ് ആ ദുരന്തം ഉണ്ടായത്. ഹിമാലയത്തിലെ അതീവ ലോല മേഖലയിലാണ് ഈ ചാർധാം പദ്ധതി നടപ്പിലാക്കുന്നത്. പാരിസ്ഥിതിക പരിഗണനകൾ തൃണവൽഗണിച്ചുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഈ പദ്ധതിയുമായി മുന്നോട്ടു പോകുന്നത് എന്ന ആക്ഷേപമുണ്ട്. പാരിസ്ഥിതിക ആഘാതങ്ങൾ പഠിക്കാനായി സുപ്രീം കോടതി ഒരു സമിതിയെ നിയോഗിച്ചിരുന്നു. അവരുടെ റിപ്പോർട്ട് ഒട്ടും അനുകൂലമായിരുന്നില്ല. പ്രവർത്തന മേഖലയിലെ കാട്, പുഴകൾ, അരുവികൾ, മണ്ണ്, വന്യജീവി സമ്പത്ത് എന്നിവയെ നിർദ്ദയം നശിപ്പിക്കുന്നതായി 2020 സമിതി റിപ്പോർട്ട് നൽകി. 900 കിലോമീറ്റർ നീളമുള്ള റോഡ് ശൃംഖലയാണ് ചാർധാം പദ്ധതിയിൽ വീതി കൂട്ടി വികസിപ്പിക്കുന്നത്. 100 കിലോമീറ്ററിൽ കൂടുതൽ ദൈർഘ്യമുള്ള ഇത്തരം പദ്ധതികൾക്ക് പാരിസ്ഥിതിക ആഘാത പഠനം വേണമെന്നുള്ളതാണ് ചട്ടം. ഈ ചട്ടത്തെ മറികടക്കാനായി ചാർധാം പദ്ധതിയെ 53 ചെറു പദ്ധതികളാക്കി വിഭജിച്ചാണ് ഔദ്യോഗിക രേഖകൾ ഉണ്ടാക്കിയത്. ഹിമാലയം പോലെയുള്ള അതിലോല മേഖലയിൽ നടപ്പിലാക്കുന്ന ഒരു ബൃഹത് പദ്ധതിക്ക് ഒരുവിധ പാരിസ്ഥിതികാഘാത പഠനവും വേണ്ട എന്ന് തീരുമാനിച്ചത് ശരിയാണോ? എന്നാൽ സൈനിക ആവശ്യങ്ങൾക്ക് ഇത് അത്യാവശ്യമാണ് എന്ന വാദമാണ് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതി മുൻപാകെ സമർപ്പിച്ചത്. അത് പരിഗണിച്ചിട്ടാണ് സുപ്രീം കോടതി ഈ പദ്ധതിക്ക് അനുമതി നൽകിയത്. വികസനം എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ അത് പരിസ്ഥിതിയെ നശിപ്പിച്ചുകൊണ്ടാകരുത്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഹിൽ റിസോർട്ടുകൾ ഒന്ന് പോയി നോക്കുക. ഡാർജിലിംഗ്, മസൂറി, മൂന്നാർ വരെയുള്ള ഈ റിസോർട്ടുകൾ സന്ദർശിക്കുന്നവർക്ക് ഒരു കാര്യം ബോധ്യമാവും: ഒരു പാരിസ്ഥിതിക പരിഗണനയും ഇവിടെയെങ്ങും ആരും നൽകിയിട്ടില്ല. 1982 ഒരു IAS പ്രൊബേഷണർ ആയിരുന്ന സമയത്ത് ഞാൻ ഡാർജിലിംഗ് കണ്ടിട്ടുണ്ട്. അന്ന് കണ്ട പ്രകൃതി മനോഹരമായ ഡാർജിലിംഗ് അല്ല 1995 ഞാൻ പോയപ്പോൾ കണ്ടത്. മുഴുവൻ കോൺക്രീറ്റ് കാടുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇത് തന്നെയാണ് മസൂറിയിലും നമ്മുടെ ഊട്ടിയിലും മൂന്നാറിലും എല്ലാം നാം കാണുന്നത്. 1995 ഇംഗ്ലണ്ടിലെ ലേക്ക് ഡിസ്ട്രിക്റ്റ് ഞാൻ സന്ദർശിച്ചിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, വേർഡ്സ്വർത്തിന്റെ ജന്മനാടാണ് ലേക്ക് ഡിസ്ട്രിക്റ്റ്. അദ്ദേഹത്തിന്റെ കാലത്ത് എപ്രകാരമാണോ ആ ജില്ല ഉണ്ടായിരുന്നത്, അതുപോലെയാണ് ഇന്നും അത് സംരക്ഷിക്കപ്പെടുന്നത്. അവിടെ ഒരു കോൺക്രീറ്റ് വൈകൃതവും കാണാനാവില്ല.
പ്രകൃതി രമണീയമായ ഈ പ്രദേശം കണ്ടാൽ തന്നെ മനസ്സിലാവും വേർഡ്സ്വർത്തിന് എങ്ങനെയാണ് ഇത്ര സുന്ദരമായ കവിതകൾ എഴുതാൻ കഴിഞ്ഞതെന്ന്. എന്നാൽ നമ്മളിതൊന്നും പരിഗണിക്കുന്നേയില്ല. ഉത്തരാഖണ്ഡിലെ തന്നെ ജോഷിമഠിൽ അടിക്കടി ഉണ്ടാകുന്ന പ്രകമ്പനങ്ങളും വീടുകളിൽ ഉണ്ടാകുന്ന വിള്ളലുകളും ശക്തമായ സൂചനകളാണ് നൽകുന്നത്. കഴിഞ്ഞ ഒക്ടോബറിൽ സിക്കിമിലുണ്ടായ മിന്നൽ പ്രളയം ഓർമ്മയില്ലേ? അത് മറ്റൊരു പാരിസ്ഥിതിക ദുരന്തമാണ്. പ്രകൃതി നൽകുന്ന ഇത്തരം മുന്നറിയിപ്പുകൾ അവഗണിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്നത് അപകടകരമാണ്. പ്രകൃതിയെ അപ്പാടെ നിഷേധിച്ചുകൊണ്ടുള്ള വികസനം നമ്മെ നാശത്തിലേക്ക് മാത്രമേ നയിക്കുകയുള്ളൂ. ഇതാണ് എനിക്കിന്ന് നിങ്ങളോട് പറയാനുള്ളത്. അടുത്ത ആഴ്ച വീണ്ടും കാണാം. Hello students, we hope you are thoroughly enjoying Bhavika's classes. As the academic exams are approaching, we will be wrapping up the current year's course by the end of January 24. However, we have some exciting plans for you. This will happen during the summer vacation, okay? Get ready to elevate your potential with our Elevate Civil Service Orientation Program taking place in Kasaragod, Palakkad, Kottayam and Thiruvananthapuram in the month of April. Hurry up and secure a spot by scanning the QR code as we have very few seats available. Bhavika, a student enrichment program.